നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വലുതാവുമ്പോൾ അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ കഴിവിനനുസരിച്ച് ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? 90% ആളുകൾക്കും ഇത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എവിടെയാണ് പിഴയ്ക്കുന്നത്? ഒരു പരിധിവരെ ഇതിന് കാരണക്കാർ മാതാപിതാക്കളും അധ്യാപകരും തന്നെയാണ്. ഈ പുസ്തകം ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ 4 Year Future എന്ന പുസ്തകം വായിച്ചപ്പോഴാണ് ഇത് നിങ്ങളുമായിട്ട് സംവദിക്കണം എന്നെനിക്ക് തോന്നിയത്. ഇതിനകത്ത് ഏതാനും ചെറുപ്പക്കാർ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിനകത്തുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. ചോദ്യം ഇതാണ്: അങ്ങ് ഞങ്ങളോട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങ് എന്നോട് സ്വപ്നം കാണാൻ വേണ്ടി പറയുന്നു. ഞാൻ ഒരുപാട് സ്വപ്നം കാണുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് എന്തുകൊണ്ട് ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ആവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരാളുടെ ചോദ്യം. അതിന് അബ്ദുൽ കലാമിന്റെ ഉത്തരം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നു, യു ആർ യുണീക്ക്. നിങ്ങളെപ്പോലെ ഇതുവരെ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല, ഇനി ആരും ജനിക്കാനും പോകുന്നില്ല എന്നുള്ളത്. എന്റെ കൈരേഖ ഇതുപോലെ ഒരു കൈരേഖ ഇതുവരെ ഉണ്ടായിട്ടില്ല. കോടാനുകോടി വർഷങ്ങളായി ഈ ഭൂമിയിൽ ഇതുവരെ ഒരു കൈരേഖ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ എല്ലാവരുടെയും കൈരേഖകൾ വ്യത്യസ്തമാണ്. നമ്മൾ എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത് നമ്മളുടെ കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യാറുണ്ട്. എന്തിനാണത്? കാരണം നമ്മളുടെ എല്ലാവരുടെയും കണ്ണിന്റെ കൃഷ്ണമണി വ്യത്യസ്തമാണ്. നമ്മളുടെ ഹെയർ വ്യത്യസ്തമാണ്. അതായത് ഓരോരുത്തരും വ്യത്യസ്തരാണ് എന്നർത്ഥം. അതുപോലെ തന്നെ ഓരോരുത്തരും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് ഓരോ കഴിവുകളുമായിട്ടാണ്. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയുന്നത്, നീ ഡോക്ടർ ആവണം, നീ എഞ്ചിനീയർ ആവണം എന്ന് നമ്മൾ പറയുന്നു. അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത്, അയൽപക്കത്തെ രാമുവിനെ കണ്ടു പഠിക്കുക. എങ്ങനെയാണ് ഇവന് രാമു ആവാൻ സാധിക്കുന്നത്? ഒരിക്കലും സാധിക്കില്ല. കാരണം രാമു രാമുവാണ്, ഇവൻ ഇവനാണ്. ഈ ബോധം എന്തുകൊണ്ടോ നമ്മുടെ അച്ഛനമ്മമാർ, അധ്യാപകർ മറക്കുന്നു. മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സിലുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ മുന്നോട്ട് പോകുവാനുള്ള ചങ്കൂറ്റം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കാം. സീബ്രയുടെ സ്ട്രൈപ്സ് ഒരുപോലെയല്ല. ഒരു ഇലയെ പോലെയല്ല മറ്റൊരു ഇല. എല്ലാം ഘടനയിലും രൂപത്തിലും എല്ലാം വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നും ഒരുപോലെയല്ല എന്നർത്ഥം. ഇവിടെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ കാർബൺ കോപ്പികളാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത്, നീ അവനെ പോലെയാവുക, അല്ലെങ്കിൽ അവൻ നിന്നെ പോലെയാവുക. ഇതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ കുട്ടികളുടെ അപാരമായ സാധ്യതകളെ നമ്മൾ തല്ലിക്കെടുത്തുന്നത് എന്നുള്ള ബോധം നമുക്ക് വേണം. ഞാനൊരു ചെറിയ മാജിക് കാണിച്ചുകൊണ്ട് കുറച്ചുകൂടി വിശദമായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്റെ കയ്യിൽ 3 ജ്യൂസ് ഉണ്ട്. ഒന്ന് ഓറഞ്ച് ജ്യൂസ്, രണ്ടാമത് ഗ്രേപ്പ് ജ്യൂസ്, മൂന്നാമത് മിൽക്ക് ഷേക്ക്. ഇങ്ങനെ 3 ജ്യൂസ്. ഓരോ ജ്യൂസിനും ഓരോ രുചിയുണ്ട്, ഓരോ നിറമുണ്ട്. ഇനിയുള്ളത് എംപ്റ്റി ജാർ. ഞാൻ ചെയ്യുന്നത്, ഈ ഓറഞ്ച് ജ്യൂസിന് ആദ്യമായി ഇതിനകത്തേക്ക് ഞാൻ ഒഴിക്കുന്നു, ജാറിനകത്തേക്ക്. രണ്ടാമതായി ഗ്രേപ്പ് ജ്യൂസിനെ ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. മൂന്നാമതായി ഈ മിൽക്ക് ഷേക്കും ഇതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. നമ്മൾ സാധാരണ നമ്മുടെ കുട്ടികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഒരു കുട്ടിയോട് നമ്മൾ പറയുന്നത്, നീ ഡോക്ടർ ആവണം എന്ന് അച്ഛൻ പറയുന്നു. അമ്മ പറയുന്നു, നീ എഞ്ചിനീയർ ആവണമെന്ന് പറയുന്നു. അമ്മാവൻ പറയുന്നു, നീ സയന്റിസ്റ്റ് ആവണമെന്ന് പറയുന്നു. ചേച്ചി പറയുന്നു, നീ പൈലറ്റ് ആവണമെന്ന് പറയുന്നു. കുട്ടിയുടെ മനസ്സിലെല്ലാം കൂടി കൺഫ്യൂഷനാണ്. എല്ലാം കൂടി കൂടിക്കുഴഞ്ഞ ഒരവസ്ഥ. പക്ഷെ ആ കുട്ടിയുടെ അഭിരുചി എന്താണോ എന്ന് നോക്കി അങ്ങനെ വളരുവാൻ നമ്മൾ പലപ്പോഴും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. ഓരോ പ്രൊഫഷനും യുണീക്കാണ്, വ്യത്യസ്തമാണ്. ഓറഞ്ചായിട്ട് നിന്നാൽ മാത്രമേ അതിന് അതിൻ്റെതായിട്ടുള്ള സ്വാദ് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴേ അത് ഓറഞ്ച് ജ്യൂസായിട്ട് മാറുന്നുള്ളൂ. അതുപോലെ തന്നെ ഗ്രേപ്പ് എന്ന് പറയുന്നത്, ഗ്രേപ്പ് ആണെങ്കിൽ മാത്രമേ, ഗ്രേപ്പ് ജ്യൂസ് ആണെങ്കിൽ മാത്രമേ അതിന് അതിൻ്റെതായിട്ടുള്ള സ്വാദ് ആസ്വദിക്കാൻ സാധിക്കുന്നുള്ളൂ. മിൽക്ക് ഷേക്ക് ആവണമെങ്കിൽ മിൽക്ക് ഷേക്ക് ആയിക്കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ സ്വാദ് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ ജ്യൂസിനും ഓരോ സ്വാദുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ പ്രൊഫഷനും ഓരോ മഹത്വമുണ്ട്. പക്ഷെ ആ പ്രൊഫഷൻ ഏത് തിരഞ്ഞെടുക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശമെങ്കിലും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അവിടെയാണ് ഖലീൽ ജിബ്രാൻ പറയുന്നത്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല, അവർ ഈ സമൂഹത്തിന്റെ കുട്ടികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാം, പക്ഷേ ചിന്തകൾ നൽകരുത് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികൾക്ക് ചിന്തകൾ അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികളോട് ഡോക്ടർ ആവണം എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ ആ കുട്ടിക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയിലേക്ക് വരുന്ന സമയത്ത് ആ കുട്ടിയുടെ പരമാവധി കഴിവുകളെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, പ്രശസ്തരായിട്ടുള്ള പലരും ഇത്തരത്തിലുള്ള ഷെല്ലുകൾ ബ്രേക്ക് ചെയ്തവരാണ്. ഉദാഹരണത്തിന് മമ്മൂട്ടി. അദ്ദേഹം വക്കീലായിരുന്നു പഠിച്ചത്, വക്കീൽ ഭാഗമായിരുന്നു പഠിച്ചത്. പക്ഷേ മമ്മൂട്ടി ഒരു ബെസ്റ്റ് ആക്ടർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടമാക്കിയത്. മാധവൻ എന്ന് പറയുന്ന ആക്ടർ, അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു. പക്ഷേ അദ്ദേഹം ആക്ടിങ്ങിലാണ് വിപുലമായി അദ്ദേഹം മുന്നോട്ട് വന്നത്. ഓരോരുത്തരും, ഇപ്പൊ ദാസേട്ടനെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മികച്ച ഒരു കളിക്കാരനാവില്ല. ദാസേട്ടൻ പാട്ടുകാരനാണ്.
സച്ചിൻ തെണ്ടുൽക്കർ അദ്ദേഹത്തെ പാട്ട് പാടാൻ ഏൽപ്പിച്ചാൽ മികച്ച ഒരു പാട്ടുകാരനാവാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ഞാൻ എന്റെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ കുട്ടിക്കാലത്ത് മാജിക്കിനെ സ്നേഹിച്ചു, മാജിക്കിനെ പ്രണയിച്ചു. ഞാൻ BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞതിന് ശേഷം വക്കീൽ ഭാഗം പഠിക്കാൻ വേണ്ടി അച്ഛൻ എന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ചേർത്തു. പക്ഷേ എന്റെ ചിന്തയിൽ മുഴുവൻ മാജിക് ആയിരുന്നു. ജാലവിദ്യാരംഗത്ത് നിൽക്കാൻ സാധിച്ചത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത്. കാരണം എന്റെ ജീവിതം സുന്ദരമായത്, സുരഭിലമായത് ഞാൻ മാജിക് രംഗത്ത്, ഞാൻ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ നിൽക്കാൻ സാധിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അവരെന്തായിത്തീരണം എന്ന് അവരാഗ്രഹിക്കുന്നുവോ അതായിത്തീരാനുള്ള അവകാശം തീർച്ചയായിട്ടും നമ്മൾ മാതാപിതാക്കൾ കൊടുക്കേണ്ടതുണ്ട്.